ഇതില് വേറൊരു പ്രത്യേകത മ്യൂസിക് ഗോപി സുന്ദർ എന്ന മ്യൂസിക് എങ്ങനെയാണ് അദ്ദേഹത്തെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ബഡ്ജറ്റ് ഗോപി സുന്ദർ നമ്മുടെ മനസ്സിൽ ബിഗ് ബഡ്ജറ്റ് സിനിമയുടെ ആളാണ്. ആക്ച്വലി അത് എനിക്കും പറയാനുണ്ട്. ഞാൻ ഇതിന്റെ എന്റെ അടുത്ത് ചോദിച്ചു, എനിക്കറിയാവുന്ന എന്റെ സർക്കിളിൽ കുറെ മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അവരൊക്കെ സമീപിച്ചപ്പോ ആക്ച്വലി അവര് ഇത്തരം ഞാൻ പോലും ഈ പടം എന്നെ സമയത്ത് ബിഗ് ബഡ്ജറ്റാണ്. മീൻസ് ഒരു വർക്ക് എന്ന് പറയുന്നത് എന്നെ സമയത്ത് എല്ലാം സിനിമയാണ്. ലോ ബിഗ് അങ്ങനെ ഒരു കാറ്റഗറീസ് ഒന്നുമില്ല. മമ്മൂട്ടി അല്ലെങ്കിൽ ലാലേട്ടനാണെങ്കിൽ നമ്മൾ വെക്കുന്ന ഒരേ ഫ്രെയിംസുകളാണ്. അത് ആർട്ടിസ്റ്റ് മാറുന്നതാണ്, അത് ചോസിങ് എങ്ങനെ ഏത് ബ്രദലോ ഡിപ്പെൻഡ് ആണ്. എന്താ വെച്ചാൽ ഈ സ്ക്രിപ്റ്റിന്റെ ഇത് കിട്ടുമ്പോൾ തന്നെ ഞാൻ അതിനകത്ത് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ഇതിൽ ആരാണ് നമ്മൾ ആർട്ടിസ്റ്റ് വെക്കുക ചോദ്യം ചോദിച്ചു. ആരാണ് ഇതിൽ നമ്മൾ ആർട്ടിസ്റ്റ് വെക്കുക? മീൻസ് എനിക്കറിയാം ഇതിന്റെ ബിസിനസ് അറിയാന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത പടം എന്റെ തന്നെ പല തിയേറ്ററിലും ഓടാത്ത പടങ്ങൾ ഇഷ്ടം പോലെ ലോട്സ് ഓഫ് ആർട്ടിസ്റ്റ് ഉള്ള പടം. അപ്പൊ ഇതെങ്ങനെ നമ്മൾ മാനേജ് ചെയ്യുന്ന പറഞ്ഞപ്പോൾ നീ ആ സ്ക്രിപ്റ്റ് അതിന് വായിക്കാം. അങ്ങനെ ഒരു 2 ആഴ്ചയോളം കഴിഞ്ഞിട്ടാണ് ഞാൻ സ്ക്രിപ്റ്റിലേക്ക് അന്ന് വായിച്ച ഒരു ജസ്റ്റ് സില്ലി ആയിട്ട് കണ്ട ഒരു സംഭവം. വായിച്ചപ്പോ എനിക്ക് മനസ്സിലായി അതില് ആർട്ടിസ്റ്റ് അല്ല. ഈ സബ്ജക്റ്റ് ഇത് ഞാൻ ഒരു കുറച്ച് ഒക്കെ നമ്മള് ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലബും എനിക്ക് സ്റ്റുഡിയോ ഇപ്പോഴും ഞാൻ വന്ന വഴി മറക്കാത്തതുകൊണ്ട് എന്റെ നാട്ടിലൊരു സ്റ്റുഡിയോ എന്റെ അനിയനാണ്, അതുകൊണ്ട് നടക്കില്ല. അപ്പൊ അത് അവിടെ ഉണ്ട് ഇപ്പോഴും. നമ്മൾ എന്തൊക്കെ സിനിമ പുറത്തുണ്ടെങ്കിലും ഞാനത് മറക്കൂല. അപ്പൊ അതുകൊണ്ട് എന്റെ നാട്ടിലൊരു സോഷ്യലും കൂടി ഞാൻ കാണുന്നത്, ആ നാട്ടിലൊരു ഉപകാരം കിട്ടുന്ന രീതിയിലും അതിലൂടെ ഒരു കുടുംബം അനിയന്റെ ആണെങ്കിലും കഴിഞ്ഞു പോട്ടെ എന്നില്ല. എനിക്ക് വേണമെങ്കിൽ കൂട്ടാം, പക്ഷെ നടത്തിക്കൊണ്ട് തുടക്കം അവിടുന്നാവുന്നു. അത് ആ തുടക്കത്തിൽ ഭാഗമാണ്. എന്റെ പേര് പോലും ജിബ്രാൻ എന്നല്ലേ ടൈറ്റിൽ പോലും ഇട്ടത് തന്നെ. ഐ മീൻ അതിന്റെ സ്റ്റുഡിയോയുടെ പേര് ജിബ്രാൻ സ്റ്റുഡിയോ എന്ന പേര്. പക്ഷേ അതായത് നാട്ടിൽ നിന്ന് അതിന്റെ രസകരമായ പറ്റിയ കഥ, നാട്ടിൽ നിന്ന് സ്റ്റുഡിയോ ആണല്ലോ. അപ്പൊ എല്ലാവർക്കും ഷമീർ കുറെ ഷമീറുണ്ട്. അപ്പൊ ജിബ്രാൻ സ്റ്റുഡിയോ അങ്ങനെ റിലേറ്റഡ് എല്ലാവരും ജിബ്രാൻ അവിടുന്ന് വിളിക്കലോ. അങ്ങനെ പിന്നീട് വന്നപ്പോ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന ജിബ്രാൻ തന്നെ പറഞ്ഞാലേ അറിയത്തുള്ളൂ. ഷമീർ എന്നുള്ള പേര് ഞാൻ ഇന്നലെ പറഞ്ഞു. എനിക്കും ജിബ്രാൻ ഷമീർ എന്നാണ്. ഞാൻ ഇട്ട സിനിമയ്ക്ക് വേണ്ടി ഇട്ട. ഞാൻ ഷമീർ എന്ന് പറഞ്ഞാൽ മനസ്സിലായി. ജിബ്രാൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കണക്ട് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു പേരൊക്കെ എല്ലാവർക്കും അങ്ങനെയാണല്ലോ, പെട്ടെന്ന് റെക്കഗ്നൈസിങ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പേരൊക്കെ. അപ്പൊ അതിലും കൂടി അവന് ഭാഗമാണ്. ആ പേരിട്ടതും ടൈറ്റിൽ വെച്ചതും അതിന് ഡിസൈൻ ചെയ്തതെന്ന് പോലും അവൻ. ഗോപിസുന്ദറിലേക്ക് എത്താം. എന്നെ സമയത്ത് കുറെ എന്റെ നെറ്റ്വർക്കിലേക്ക് ഞാൻ പറഞ്ഞപ്പോ അവര് ഞാൻ ഫസ്റ്റ് പറഞ്ഞ ഇതന്നെ പറഞ്ഞു, ഇത്ര വെള്ളി പിടിക്കണോ ശരി വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കി. ഗോപിസുന്ദരവൻ പറഞ്ഞപ്പം നടക്കും തോന്നില്ല ബാബു എന്ന് പറഞ്ഞു. അപ്പൊ അവൻ ഇതിനെ ഉറക്കെ വെച്ചതിന്റെ പിന്നാലെ ആൾക്ക് മെസ്സേജ് ചെയ്ത് ഇതിന് സ്ക്രിപ്റ്റിന്റെ കണ്ടന്റ് പുള്ളിക്കും മനസ്സിലായി, കണക്ട് ആയി. അത് ബാർഗെയിനിങ് ഇല്ലാത്ത രീതിയിൽ ബാക്കി ഇപ്പം പറയും. ഗോപിച്ചേട്ടന്റെ അടുത്ത് ഇൻസ്റ്റയിൽ ഒരു മെസ്സേജ് ആണ് ആദ്യം ചെയ്തത്. പ്രൊഡക്ഷൻ സംസാരിച്ചപ്പോൾ പോകാൻ പറഞ്ഞു, സിനിമക്ക് പറഞ്ഞു മുന്നോട്ട് പോയിക്കോന്ന് പറഞ്ഞു. നമുക്ക് നല്ല ആളുകളായിക്കോട്ടെ എന്ന് പറഞ്ഞു. കാരണം ഇതിന്റെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്കറിയാതെ ഗോപിച്ചേട്ടൻ മുന്നേ അത് കിട്ടിയിട്ടുണ്ട്. അതേപോലെ ക്യാപ്റ്റൻ സൂര്യ വെച്ചിട്ടുള്ള സത്യൻ സാർ കഥ പറഞ്ഞിട്ടുള്ളതാണ്. ഗോപിച്ചേട്ടനോളം മലബാർ പിടിച്ചിട്ടുള്ള പിന്നെ ആണെങ്കിലും ഉസ്താദ് ഹോട്ടലാണെങ്കിലും ഒക്കെ ഗോപിച്ചേട്ടൻ മാസ്റ്ററാണ്. അപ്പോ ഗോപിച്ചേട്ടൻ, പക്ഷെ നമുക്കറിയാം ഗോപിച്ചേട്ടന്റെ ഉയരം നമുക്ക് കയറാവുന്ന ഒരു ഉയരമല്ല എന്നുള്ളത്. പക്ഷെ ഇങ്ങനെ പ്രൊഡക്ഷൻ പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ സംസാരിച്ച് നോക്കി. അന്ന് ഹൈദർ ഖാന്റെ ഒരു ഇന്റർവ്യൂ ആണെന്ന് തോന്നുന്നുണ്ട്. ഹൈദർ അലി അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂവില് ഇങ്ങനെ ഗോപിച്ചേട്ടന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് മെസ്സേജ് ചെയ്തു, വാട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്തു. അപ്പൊ ഗോപിച്ചേട്ടൻ ഇങ്ങനെ ഹായ് എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു തന്നു. ഞാൻ സാർ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ട്, ഞാൻ ഇതാണ് സബ്ജക്ട്, ലിറിക്സ് റെഡിയാണ് എന്ന രീതിയിൽ പറഞ്ഞു. അപ്പൊ ആ സബ്ജക്ട് ഓക്കെ ഉള്ള സബ്ജക്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ലിറിക്ക് അയക്കാന്ന് പറഞ്ഞു. ലിറിക്ക് അയച്ചു കൊടുത്തു. ഗോപിച്ചേട്ടൻ ഇങ്ങനെ വായിച്ചെന്ന് പറഞ്ഞു, പെന്തേ പന്തോന്നെ പുതിയ വാക്കുകളോ കൊള്ളാലോ എന്താണ് സാധനം യൂസ് ചെയ്യാതെ അത് പറഞ്ഞു. ഇതിന്റെ എല്ലാ പഠനവും ലിറിക്സ് എല്ലാത്തിനും ലിറിക്ക് പിന്നെ ഗതികോട് കൊണ്ട് എഴുതി പോയതാണ്. എന്ന് വെച്ചാൽ നമുക്കൊരു ഒരു സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞപ്പോ പിന്നെ ഇത് കളറാക്കണല്ലോ, കൊമേഴ്ഷ്യൽ ആക്കണം, കളറാക്കണം. നമ്മൾ ഡോക്യുമെന്ററി അല്ല പറയേണ്ടത്, നമുക്ക് യൂത്തിനോടെ പറയേണ്ടത്. അപ്പൊ ആ ഒരു വൈബിൽ പറയണം. അപ്പോ പാട്ടുകൾ വേണം. അപ്പൊ നമ്മൾ ഇങ്ങനെ അനലൈസ് ചെയ്തിട്ട് ഇവിടെ ഒരു പാട്ട് എന്നല്ല അങ്ങനെ കറക്റ്റ് ചെയ്ത് പോയി. അങ്ങനെ 4-5 സോങ്സ് അതിനകത്ത് വരുന്നുണ്ട്. അപ്പോ അങ്ങനെ പിന്നെ വേറെ ആളെ അപ്രോച്ച് ചെയ്യാനൊന്നുമില്ല. കാരണം ഈ പ്രൊജക്ട് ഓണാക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. അപ്പോൾ ഒരു പ്രൊഡ്യൂസറത്തേക്ക് പോകുമ്പോൾ പിച്ച് ചെയ്യുമ്പോൾ
നമുക്ക് ഇതിനകത്ത് സോങ്സും ഉണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ AI വെച്ചിട്ട് അതിന്റെ മ്യൂസിക് ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ പിച്ച് ചെയ്തുകൊണ്ട് തുടങ്ങിയത്. അപ്പൊ അതിനുവേണ്ടി ചെയ്ത പാട്ടുകളാണ്. അപ്പോൾ അത് പിന്നെ എല്ലാവരും കേൾപ്പിച്ചപ്പോ ലിറിക്സ് ഒക്കെയുള്ള ഗോപി ചേട്ടനും കൂടി പറഞ്ഞപ്പോൾ നമ്മൾ ആ ലിറിക് പിന്നെ വെച്ച് പോയി. പിന്നെ ലിറിക് ഗോപി ചേട്ടന് ചില ലൈൻസ് എടുക്കും, എന്നിട്ട് പിന്നെ മീറ്റർ മാറ്റും. അപ്പൊ അതെനിക്ക് ഭയങ്കര ടാസ്ക് ചെയ്യുന്നത്, കാരണം ഞാൻ മ്യൂസിക്കിൽ വെച്ചിട്ട് റൈറ്റർ അല്ലാത്തതുകൊണ്ട് അങ്ങനെ എഴുതി തുടങ്ങാന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക് ചെയ്യുന്നത്. പക്ഷെ ആ പാട്ടുകളൊക്കെ ഗോപി ചേട്ടൻ നമ്മൾ കരുതുന്ന ലെവലിലേക്ക് അത് എത്തിച്ചു. 4 പാട്ടുകൾ ഗോപി ചേട്ടൻ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ സാദിഖ് പന്തല്ലൂർ എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ ഉണ്ട്. അവനും ഇതേപോലെ ഫിരിഷമി എന്ന് പറഞ്ഞ സോങ് ഇപ്പൊ നമ്മൾ ഔട്ട് ചെയ്തിട്ടുള്ള സോങ് ആണ്. അപ്പൊ അതിന്റെ മ്യൂസിക് ഡയറക്ടർ സാദിഖാണ്. സാദിഖ് സുഹൃത്തും കൂടിയാണ്. അപ്പൊ സാദിഖ് ആ പാട്ടിന് അത് അങ്ങനെ തന്നെ എടുത്തു, ലിറിക്കൊന്നും മാറ്റാതെ അങ്ങനെ എടുത്തത്. അത് നമുക്ക് ഒരു എത്തുകാരല്ല, ചെറിയൊരു എത്തി തുടങ്ങിയ ഒരാളെന്നുള്ള നിലയ്ക്ക് അത് കുറച്ചും കൂടി ഒരു ഇതാണ്. കാരണം അത് അങ്ങനെ തന്നെ നമ്മൾ എന്താണോ എഴുതി എന്താണോ ഉദ്ദേശിച്ചത് അത് അതേപോലെ തന്നെ വരും. മറ്റേതില് നമുക്ക് മീറ്ററിന് വെച്ച് പോകുമ്പോൾ ചില വാക്കുകൾ നമുക്ക് മിസ്, നമ്മൾ ചില സോള് മിസ്സായി പോകും. അങ്ങനെ ഒരു ഫീലും കൂടി അതിനകത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ 5 പാട്ടുണ്ട്. ഒരു പ്രൊമോ സോങ് നടക്കും, 6 പാട്ടുകൾ ഫുട്ബോളുമായി ബന്ധപ്പെട്ടു. ഫുട്ബോൾ ഉണ്ട്, അതിന്റെ റാപ്പ് ഉണ്ട്, അതിനകത്ത് സ്നേഹം വരുന്നുണ്ട്. അങ്ങനെ ഓരോ വ്യത്യസ്ത വികാരങ്ങളുള്ള 6 പാട്ടുകളാണ് നമ്മൾ അതിനകത്ത് ചെയ്തിട്ടുള്ളത്. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു സിനിമയിലുള്ള ഒരു എക്സ്പീരിയൻസ്? ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ്, ഒരു ഫാമിലി പോലെ തന്നെയാണ്. ഞങ്ങൾ ഒന്നിച്ചാണ് എല്ലാ തവണ ഉണ്ടാവുക, എല്ലാ ദിവസങ്ങളിലും ഒരുമിച്ചാണ് കിടക്കുന്നത് പോലും. അപ്പം ആ ഒരു ലെവൽ ഓഫ് സൗഹൃദം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. ഇൻഫാക്ട് നേരത്തെ ഷമീർക്ക പറഞ്ഞ പോലെ അതേ ഒരു പോയിന്റ് തന്നെയാണ്. അതായത് ഈ കഥയിൽ അല്ലെങ്കിൽ ഈ ഒരു സിനിമയിൽ താരങ്ങളല്ല താരം, ഈ സിനിമ കൊടുക്കുന്ന ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു കഥയാണ് താരം. ഇപ്പൊ ഞാൻ ഇന്ത്യൻ ഫുട്ബോളിൽ സർക്യൂട്ടിൽ നിൽക്കുന്ന ഒരാളാണ് ഇതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ത്യൻ ഫുട്ബോളിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ പറയുന്ന ഒരു പോയിന്റ്, ഇന്ത്യൻ ടീം എന്തുകൊണ്ട് ലോകകപ്പ് കളിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ കാടടച്ച് വെടിവെച്ച് നമ്മളൊരു സിസ്റ്റം പോരാ എന്ന് പറയുന്ന ഒരു വാദമല്ല, അത് സിസ്റ്റം എന്തുകൊണ്ട് പോരാ എന്നുള്ളത് നമ്മൾ പറയുന്നില്ല. അപ്പൊ സിസ്റ്റം എങ്ങനെയൊക്കെ ലെവലാക്കാം അല്ലെങ്കിൽ ശരിയാക്കാം എന്നുള്ളൊരു പ്രോപ്പർ മെസ്സേജ് കൂടി ഈ ഒരു സിനിമയിൽ കൊടുക്കുന്നുണ്ട്. അതായത് ഇതില് പ്രധാന കഥാപാത്രങ്ങളായിട്ടുള്ള മുത്ത്, അതുപോലെ തന്നെ തൊത്ത്, ഒരു കോച്ചും അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യനായിട്ടുള്ള ഒരു കളിക്കാരനുമാണ്. അദ്ദേഹത്തിന്റെ ഒരു അക്കാദമിയാണ് ഇതിലൊരു കേന്ദ്ര പ്രമേയമായിട്ട് വരുന്നത്. അപ്പൊ ഒരു കളിക്കാരനെ ചെറിയ പ്രായം മുതലേ ട്രെയിൻ ചെയ്യിച്ച് അവന്റെ എല്ലാ കാര്യത്തിനും അവന്റെ കൂട്ടത്തിൽ നടന്ന് ഈ പറയുന്ന ഒരു താരത്തെ, ഒരു നല്ലൊരു പ്രാദേശിക താരത്തിൽ നിന്ന് ഒരു അന്തർദേശീയ താരത്തിലേക്ക് വളർത്തിയെടുക്കുന്ന രീതിയിലുള്ള ഒരു ഗെയിമിലേക്ക് അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റിലേക്കാണ് ബേസിക്കലി പോയിരിക്കുന്നത്. അപ്പം അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു പ്ലെയർ പൂൾ ഇന്ത്യൻ ഫുട്ബോളിൽ ഉണ്ടാവണമെങ്കിൽ ചെറിയ തോതിൽ മുതൽ അല്ലെങ്കിൽ ചെറിയ പ്രായം മുതൽ കളിക്കാരെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പറ്റണം. ഇപ്പം ജപ്പാനീസ് ഫുട്ബോൾ ടീം ലോകകപ്പ് ഇപ്പൊ ഈ ഒരു സീസണിൽ ഈ വർഷം കളിച്ചു. അവര് പണ്ടേ ഉണ്ടായിരുന്ന പ്ലാനുകളിൽ അവർ ഈ പറയുന്ന സിസ്റ്റത്തിനകത്ത് ഇൻക്ലൂഡ് ചെയ്തൊരു കഥ കൂടിയാണ് നമ്മൾ ഇതിനകത്ത് കൂടി പറഞ്ഞു വെക്കുന്നത്. അതായത് ചെറിയ പ്രായം മുതലേ കുട്ടികളിലേക്ക് ഈ പറയുന്ന ഫുട്ബോൾ ആവേശം എത്തിക്കുക. അതായത് ജാപ്പനീസ് TV അനീമുകളിൽ ഒരു ക്യാപ്റ്റൻ സുബാസ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അവര് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കുട്ടികളിലേക്ക് ഫുട്ബോൾ എത്തിച്ചു, ചെറിയ കുട്ടികളിലേക്ക് ഫുട്ബോൾ എത്തിച്ചു. അപ്പൊ അതേ ഒരു എന്താണ് പറയുക മെസ്സേജ് തന്നെ ആയിരിക്കും ബോളാഗോളം ഈ പുതിയ തലമുറയിലേക്ക് കൊടുക്കാം. അപ്പൊ എന്തായാലും ഈ പ്രേക്ഷകർ തീരുമാനിക്കാം. പ്രേക്ഷകർ തീരുമാനിക്കും. അപ്പൊ എന്തായാലും താങ്ക് യു.